ഹലോ ഓൾ, വെൽക്കം ടു CC Plus. എൻ്റെ പേര് അശ്വതി. അപ്പോൾ നമ്മൾ ഇന്നിവിടെ 9th നവോദയയുടെ കുറച്ച് പോർഷൻസ് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടുത്തൊരു ടോപ്പിക്കുമായിട്ടാണ് കേട്ടോ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. എന്താണ്? സ്ക്വയേഴ്സ് അല്ലേ? സ്ക്വയറും സ്ക്വയർ റൂട്ടൊക്കെ എല്ലാവർക്കും പാടാണോ? നമുക്കൊന്ന് നോക്കിയാലോ? എന്തൊക്കെയുണ്ട്? ആദ്യം തന്നെ നമുക്കൊരു ടേബിൾ ആണ് അല്ലേ? ടേബിളൊക്കെ എല്ലാവരും പഠിച്ചോ? ടേബിളൊക്കെ എല്ലാവരും കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താ ടൈം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ടൈമിൽ നമുക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് സ്ക്വയർ ശരിക്കും മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്ന ഒരു പ്രോബ്ലം അല്ല കേട്ടോ. പക്ഷെ നമുക്ക് ആ ടൈമിൽ ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇപ്പൊ 18 സ്ക്വയർ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 324 എന്ന് അപ്പൊ തന്നെ നമുക്ക് ഓർമ്മ വരണം. ഓക്കെ, എങ്കിലേ നമുക്ക് ആ ടൈം മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടേബിൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്, എന്താണ് സ്ക്വയർ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? സ്ക്വയർ ഓഫ് എ നമ്പർ. എന്ത് നമ്പറിന്റെയും സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ നമ്പറിനെ അതിനോട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ആണ് അല്ലെങ്കിൽ ഗുണിക്കുകയാണ് അല്ലെ. അപ്പൊ 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 into 1 1 തന്നെയാണ് അല്ലെ. 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 into 2 4 ആണ്. ഇനി 3യുടെ സ്ക്വയർ ആണെങ്കിലോ 3 into 3 9 ആണ് അല്ലെ. 4ന്റെ സ്ക്വയർ 4 into 4 16. ആ നമ്പറിനെ അതിനോട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് കേട്ടോ. ഇപ്പൊ 5 സ്ക്വയർ 25 ഉണ്ട്, പിന്നെ 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64, 9 സ്ക്വയർ 81, 10 സ്ക്വയർ 100. ഏകദേശം ഇത്ര എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലെ. നമ്മൾ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുന്നതാണ്. അപ്പൊ 9 into 9 8 into 8 ഒക്കെ നമുക്ക് കണ്ടുപിടിക്കുന്നത് പാടായിരിക്കില്ല. പക്ഷേ ഇവിടം തൊട്ടുള്ളത് എല്ലാവരും പഠിച്ചിരിക്കണം കേട്ടോ. 11 സ്ക്വയർ എന്താണ്? 121. 12 സ്ക്വയർ 144. 13 സ്ക്വയർ 169. പിന്നെ 14 സ്ക്വയർ 196. 15 സ്ക്വയർ 225. 16 സ്ക്വയർ 256. 17 സ്ക്വയർ 289. 18 സ്ക്വയർ 324. 19 സ്ക്വയർ 361. പിന്നെ 20 സ്ക്വയർ എന്തുണ്ട്? 400 ഉണ്ട്. ഓക്കെ, അപ്പൊ സ്ക്വയറിൻ്റെത് ഒരു 30 വരെ നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റും. അതായത് 30 സ്ക്വയർ വരെ പഠിച്ചു വെക്കാൻ പറ്റിയാൽ അത്രയും ബെറ്റർ ആണ് കേട്ടോ. അപ്പൊ സ്ക്വയർ എന്താണെന്ന് എല്ലാവർക്കും കിട്ടിയോ? നമ്മൾ ഒരു നമ്പറിനെ അതിനോട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ ഒരു കോമൺ ആയിട്ട് നമ്മൾ വരുത്താൻ പോകുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാമോ? നമ്മൾ എഴുതി വരുമ്പോഴേക്കും 6 സ്ക്വയറിന് പകരം 6 സ്ക്വയർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പലരും എഴുതാറുള്ള ഒരു മിസ്റ്റേക്ക് ആണ് 12. ഓക്കെ, മിസ്റ്റേക്ക് നമ്മൾ എടുത്ത് പറയുന്നതിന്റെ കാരണം ഇത് കോമൺ ആയിട്ട് എല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അങ്ങനെ നമ്മൾ എക്സാമിൽ വരുത്തരുത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. സ്ക്വയർ എടുക്കുമ്പോൾ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് 5 സ്ക്വയർ 10 എന്ന് എഴുതാനായിട്ട് പലർക്കും ഒരു ടെൻഡൻസി ഉണ്ടാകും. ആ മിസ്റ്റേക്ക് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി പ്രോപ്പർട്ടീസ് നോക്കിയാലോ. എന്താണ് സ്ക്വയറിന്റെ പ്രോപ്പർട്ടീസ് എന്ന്? ഫസ്റ്റ് വൺ എന്താണ് പറയുന്നത്? ദ നമ്പർ ഓഫ് സീറോസ് അറ്റ് ദ എൻഡ് ഓഫ് എ പെർഫെക്റ്റ് സ്ക്വയർ ഇസ് ഓൾവേസ് ഈവൻ. എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ? അത് ആദ്യം പറഞ്ഞേ. എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ? ഇത് കണ്ടോ, നമുക്ക് സ്ക്വയർ ആയിട്ട് ഒരു നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ ആയിട്ട് കിട്ടുന്ന നമ്പേഴ്സ്, ഇതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് കേട്ടോ. സ്ക്വയർ ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസേഴ്സിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ പെർഫെക്റ്റ് സ്ക്വയർ അങ്ങനെ നമുക്ക് സ്ക്വയർ ചെയ്ത് വരുന്ന ആൻസറിൽ എന്ത് വരും എന്നാ പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് സീറോസ് ഇസ് ഓൾവേസ് ഈവൻ. അതായത് 0 ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് അത് എൻഡ് ചെയ്യുന്നത് ഇപ്പോ 100 അല്ലെ. 100ൽ എത്ര 0 ഉണ്ട്? 2 0 ഉണ്ട് അല്ലെ. പിന്നെ 400 നമ്മൾ കണ്ടു, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 400ൽ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ഉണ്ട്. അപ്പൊ എന്താണ് ഫസ്റ്റ് റൂള് പറയുന്നത്? എപ്പോഴും 0യിലാണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ എൻഡ് ചെയ്യുന്നെങ്കിൽ ആ നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. അതായത് 0യുടെ എണ്ണം ഒന്നെങ്കിൽ 2 ആയിരിക്കും, ഇല്ലെങ്കിൽ 4 0 ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് 6 0 ഉണ്ടായിരിക്കും, 8 ഉണ്ടായിരിക്കും. അപ്പൊ 0യുടെ എണ്ണം എപ്പോഴും 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഒരിക്കലും ഒരു ഓഡ് നമ്പർ വരില്ല. 1 0യിലോ 3 0യിലോ 5 0യിലോ ഒന്നും ഒരു സ്ക്വയർ ഒരിക്കലും എൻഡ് ചെയ്യില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താ പറയുന്നത്? ഒരു നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ, അപ്പൊ ഇതിനെ കുറച്ചുകൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. നമുക്ക് എക്സാമ്പിളിലേക്ക് വരുമ്പോൾ നമുക്കത് പറയാം. പിന്നെ രണ്ടാമത്തെ പറയുന്നത് എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ. ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ 16.
ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഏത് പെർഫെക്റ്റ് സ്ക്വയറും ആയിക്കോട്ടെ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വന്നു റിമൈൻഡർ? ഇവിടെ നമുക്ക് 1 കിട്ടി. ഓക്കെ, അപ്പൊ ഒരു പെർഫെക്റ്റ് സ്ക്വയറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ റിമൈൻഡറെ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്? 0 or 1. അപ്പൊ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ ഈ 2 റിമൈൻഡറെ കിട്ടുള്ളൂ കേട്ടോ. വേറെ ഏതെങ്കിലും റിമൈൻഡർ വരുമോ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ? 3 കൊണ്ട് നമ്മൾ ഏതെങ്കിലും നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ റിമൈൻഡേഴ്സ് നമുക്ക് വരാം? 3 റിമൈൻഡേഴ്സ് ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? 0, 1 and 2. ഓക്കെ, 3 കൊണ്ട് നമ്മൾ ഏതെങ്കിലും നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 റിമൈൻഡേഴ്സ് പോസിബിൾ ആണ്. അപ്പൊ ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ ഏത് പോസിബിൾ അല്ല എന്നാ പറയുന്നത്? ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരിക്കലും 2 വരില്ല. 2 അല്ലാതെ വേറെ വരുന്ന 2 റിമൈൻഡേഴ്സ് വരുള്ളൂ കേട്ടോ. ഏതൊക്കെയാണ്? 0 and 1 ആണ്. ഓക്കെ, ഇതും നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. അത് കൂടുതൽ നമുക്ക് എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തെ ലോ എന്താ പറയുന്നത്? The number ending with an odd number of zeros is never a perfect square. നമ്മൾ ആദ്യം പറഞ്ഞതിന്റെ അതിൽ നിന്നുള്ള ഒരു ഡെറിവേഷൻ ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞു ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ എപ്പോഴും അതിൽ ഈവൻ നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും വരുന്നത്, ഓഡ് നമ്പർ ഓഫ് സീറോസ് വരില്ല. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഒരു 1000 ആണെന്ന് വെച്ചോ. 1000-ല് എത്ര സീറോസ് ഉണ്ട്? 3 സീറോസ് ഉണ്ട് അല്ലെ. 3 എന്ന് പറയുന്നത് എന്താണ്? ഓഡ് നമ്പർ ആണ്. അപ്പൊ ഓഡ് നമ്പർ ഓഫ് സീറോസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെക്ക് ചെയ്യണ്ട? ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ് നിങ്ങൾ ചെക്ക് ചെയ്തേ നോക്കണ്ട, വരില്ല. ഓക്കെ, എപ്പോഴും എന്ത് വരില്ല എന്നാ പറയുന്നത്? പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ ഒരിക്കലും ഓഡ് നമ്പർ ഓഫ് സീറോസ് വരില്ല. ഫോർത്ത് വൺ എന്താ പറയുന്നത്? സ്ക്വയർസ് ഓഫ് ആൻ ഈവൻ നമ്പർ ആർ ഓൾവേസ് ഈവൻ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ടേബിളിലേക്ക് പോവാം അല്ലെ. ഇതാ ഈവൻ നമ്പർ നോക്കിക്കേ, ഇതൊക്കെ ഈവൻ നമ്പേഴ്സ് ആണ് കേട്ടോ. 10, 12, 14, 16, 18, 20 എല്ലാം ഈവൻ നമ്പേഴ്സ്. ഇതിന്റെ ഏതിന്റെയെങ്കിലും സ്ക്വയർ ഓഡ് വന്നിട്ടുണ്ടോ? എല്ലാത്തിന്റെയും സ്ക്വയർസ് എന്താ വന്നിരിക്കുന്നത്? നമുക്ക് ഈവൻ നമ്പർ ആണ്. ഓക്കെ, അപ്പൊ അതൊരു റൂൾ ആണ് കേട്ടോ. ഈവൻ നമ്പറിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ആൻസർ വിൽ ബി ഈവൻ. ഓക്കെ, ഈവൻ നമ്പറിന്റെ സ്ക്വയർ എപ്പോഴും ഈവൻ ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി ഫിഫ്ത്ത് വൺ, അടുത്ത ആളാണ് അല്ലെ. ആരാണ്? ഓടാണ്. നമുക്ക് തിരിച്ച് ഓഡിലേക്ക് പോകാം. 1, 3, 5, 7, 9. ഇവിടെയാണെങ്കിൽ 11, 13, 15, 17 and 19 അല്ലെ. ഇതെല്ലാം എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്. ഈ ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയർ എന്താ വന്നിരിക്കുന്നത്? എല്ലാം നമുക്ക് ഓഡല്ലേ വന്നിരിക്കുന്നത്. ഏതെങ്കിലും ഈവൻ കിട്ടിയിട്ടുണ്ടോ? ഒന്നും വന്നിട്ടില്ല അല്ലെ. അപ്പൊ എന്താണ്? ഈവൻ നമ്പേഴ്സിന്റെ സ്ക്വയർസ് എല്ലാം ഈവൻ ആയിരിക്കും, ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയർ എല്ലാം ഓഡ് ആയിരിക്കും കേട്ടോ. അപ്പോ നമ്മുടെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് ഫോട്ടോസ് ഉണ്ട് അല്ലേ. എന്താണെന്ന് ആലോചിക്കുകയാണ് എല്ലാവരും. നമ്മുടെ CC+ലൂടെ നവോദയയില് കഴിഞ്ഞ വർഷം അഡ്മിഷൻ കിട്ടിയിട്ടുള്ള കൂട്ടുകാരാണ് കേട്ടോ. അപ്പോ അടുത്ത വർഷം നിങ്ങൾക്കും വെക്കണ്ടേ ഇതുപോലെ നമ്മുടെ ഫ്ലെക്സിലെ ഫോട്ടോ? ഓക്കെ, അപ്പൊ നമ്മുടെ ബാച്ച് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേഗം തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ വെച്ച് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിവിടെ ഡിസ്കസ് ചെയ്ത് പോവാട്ടോ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ? നമുക്ക് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ റൂളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ. നമ്മുടെ പ്രോപ്പർട്ടീസ് ഒക്കെ ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് പ്രോപ്പർട്ടി വെച്ച് നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ തുടങ്ങാണ്. ഫസ്റ്റ് വൺ, പെർഫെക്റ്റ് സ്ക്വയർ ആകുമോ ഇല്ലയോ? എന്തുകൊണ്ട് ആവില്ല? എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് ഒരു ഓഡ് നമ്പർ ഓഫ് സീറോ ആണ് അല്ലെ. ഒരേ ഒരു സീറോ ഉള്ളൂ. നമ്മൾ പെർഫെക്റ്റ് സ്ക്വയറിൽ എന്ത് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്? ഓഡ് നമ്പർ ഓഫ് സീറോ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ എലിമിനേറ്റ് ആയില്ലേ. പിന്നെ ഏതെങ്കിലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? ഫോർത്ത് വൺ കണ്ടോ? 3 ആണ് വന്നിരിക്കുന്നത് അല്ലെ. സീറോയുടെ എണ്ണം 3 ആണ്. അപ്പൊ അതും ഓഡ് നമ്പർ ഓഫ് സീറോസ് ആണ്. പെർഫെക്റ്റ് സ്ക്വയറിൽ നമുക്ക് ഒരിക്കലും വരില്ല. ഓക്കെ, 2 ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നെ എലിമിനേറ്റ് ആയില്ലേ. ഇനി നമ്മൾ 2 and 3 നോക്കുമ്പോൾ രണ്ടിനും ഈവൻ നമ്പർ ഓഫ് സീറോസ് ആണ് ഉള്ളത്. ടീച്ചർ പറഞ്ഞിരുന്നല്ലോ, ഈവൻ നമ്പർ ഓഫ് സീറോസ് ആണ് പെർഫെക്റ്റ് സ്ക്വയറിന് വരിക എന്ന് അല്ലെ. എന്ന് വെച്ചത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ഇതാണ് ഞാൻ പറഞ്ഞ എക്സെപ്ഷൻ കേട്ടോ. എന്ന് വെച്ചത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ?
എന്ന് വെച്ച് അത് പെർഫെക്റ്റ് സ്ക്വയർ ആവണം നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈവൻ നമ്പർ ഓഫ് സീറോസ് അല്ല വരുന്നെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ഉപേക്ഷിക്കുക, അത് ഒരിക്കലും പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല. പക്ഷേ ഈവൻ നമ്പർ ഓഫ് സീറോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അത് ചെക്ക് ചെയ്യണം. ഈവൻ നമ്പർ ഓഫ് സീറോസ് ഉള്ള എല്ലാം നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആവണം എന്നില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ 20 വരെയുള്ള ടേബിള് നോക്കിക്കേ. എവിടെയെങ്കിലും 200ഉം 400ഉം ഏതിന്റെങ്കിലും സ്ക്വയർ ആയിട്ട് വരുന്നുണ്ടോ? 200 എവിടെയും കാണാനില്ല അല്ലെ. 200 ഇതാ ഇവിടെ എവിടെയെങ്കിലും ആണ് വരേണ്ടത്, പക്ഷെ അവിടെ എങ്ങും ഇല്ല. പിന്നെ ആരാ ഉള്ളത്? 400 ഉണ്ട് അല്ലെ, 400 ഉണ്ട്. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് തേർഡ് വൺ ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? അപ്പൊ 200 ഈവൻ നമ്പർ ഓഫ് സീറോസ് ആണെങ്കിൽ പോലും അത് നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ ഈവൻ നമ്പർ ഓഫ് സീറോസ് ഉണ്ടെങ്കിൽ ഫർദർ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള പ്രോസസ്സിലേക്ക് കടക്കാമെന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്താ, ഈവൻ നമ്പർ ഓഫ് സീറോസ് ഉള്ളത് കൊണ്ട് അത് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് ആരും ഉറപ്പിക്കരുത് കേട്ടോ. അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇത്രയും ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അപ്പൊ നമ്മുടെ ആൻസർ 400 ആണ്. ഇനി ഇതും അതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പൊ എന്താണ്, നമുക്ക് 0യും 1ഉം റിമൈൻഡർ വരാം അല്ലെ. 0യും 1ഉം ആയിരിക്കും പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ റിമൈൻഡർ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതല്ലാത്ത റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ഉപേക്ഷിക്കാം, ഒരിക്കലും അത് പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല. പക്ഷെ അത് റിമൈൻഡർ വന്നു എന്ന് വെച്ച് ആ നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആവണമെന്ന് നിർബന്ധമില്ല. നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ഫർദർ അത് ചെക്ക് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതും നമുക്ക് ഇവിടെ ചെയ്യാം. 16 അല്ലെ, 16 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെയും ചെയ്തിരുന്നു. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 3s are 15 മൈനസ് 1 ആണ് വരുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു 0 and 1 റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആകും എന്നല്ലേ. പെർഫെക്റ്റ് സ്ക്വയർ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ 1 ആണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ചെക്ക് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എന്താണ്, 4 സ്ക്വയർ ആണ് അല്ലെ. ഓക്കെ, റിമൈൻഡർ നമ്മൾ കണ്ടുപിടിച്ച്, നമ്മുടെ ക്വസ്റ്റ്യൻ റിമൈൻഡർ ആണ്. റിമൈൻഡർ എന്താണ്, 1 ആണ്. ഓക്കെ, ഇനി നമ്മൾ 18 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. എത്ര ടൈംസ് ആണ്? 6 ടൈംസ് ആണ് അല്ലെ. റിമൈൻഡർ 0 വരും. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി അല്ലെ. 0 കിട്ടി എന്ന് വെച്ച് പെർഫെക്റ്റ് സ്ക്വയർ ആകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, 0 or 1 വന്നു കഴിഞ്ഞാൽ ആകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഫർദർ ചെക്ക് ചെയ്യണമെന്നാണ്. പക്ഷെ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ഏതിനെങ്കിലും സ്ക്വയർ ആയിട്ട് 18 എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നമ്മൾ പറയുന്ന ഓരോ പ്രോപ്പർട്ടിയും ഇത് വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം ഫർദർ ചെക്ക് ചെയ്യണം എന്നാണ് കേട്ടോ. അപ്പൊ അത് ആ പ്രോപ്പർട്ടി ഒബൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഉപേക്ഷിക്കുക. ഓക്കെ, ഇനി അടുത്തതോ 22 ആണ് അല്ലെ. 22നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7s are 21 മൈനസ് 1. വീണ്ടും റിമൈൻഡർ 1 വന്നു അല്ലെ. റിമൈൻഡർ 1 or 0 വന്നാൽ പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം അല്ലെ. 22 ഒന്നിന്റെയും സ്ക്വയർ അല്ല. കണ്ടോ? അപ്പൊ വേരിയേഷൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 9 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3 3s are 9 0 അല്ലെ. റിമൈൻഡർ 0 ആണ്. റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം അല്ലെ. ചെക്ക് ചെയ്ത് നോക്കുമ്പോ 9 എന്ന് പറയുന്ന 3 സ്ക്വയർ ആണ്, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് കേട്ടോ. അപ്പൊ 16 നമ്മുടെ റിമൈൻഡേഴ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ റിമൈൻഡർ അത് കിട്ടിയെന്ന് വെച്ചിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 or 1 റിമൈൻഡർ കിട്ടിയെന്ന് വെച്ചിട്ട് അത് പെർഫെക്റ്റ് സ്ക്വയർ ആവണമെന്ന് നിർബന്ധമില്ല. അത് നമ്മൾ ചെക്ക് ചെയ്തുകൂടെ നോക്കണം കേട്ടോ. പക്ഷെ ഈ റിമൈൻഡേഴ്സ് അല്ല കിട്ടുന്നെങ്കിൽ അത് അവിടെ തന്നെ എൻഡ് ചെയ്യുക. ഒരു കാരണവശാലും നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Which one of the following is the square of an even number? വേഗം പറഞ്ഞു. നമ്മുടെ വളരെ എളുപ്പമുള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു അല്ലെ. ഈവൻ നമ്പറിന്റെ സ്ക്വയർ ആയിട്ട് വരുന്നത് ഏതാണ്? 144. കണ്ടോ? ഒരേ ഒരു ഈവൻ നമ്പർ ഇവിടെ ഉള്ളൂ അല്ലെ. ബാക്കി എല്ലാം ഓഡാണ്. അപ്പൊ നമ്മൾ പഠിച്ച ഒരു പ്രോപ്പർട്ടി എന്തായിരുന്നു? ഈവൻ നമ്പറിന്റെ സ്ക്വയർ എപ്പോഴും എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആകെ ഈവൻ ഉള്ളത് ഇത് മാത്രമാണ്. കിട്ടിയ ആൻസർ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഇത് അങ്ങനെയാണെങ്കിൽ വേഗം ഇതൊന്ന് പറഞ്ഞേ. ഈവൻ മാറി ഓഡ് ആയെന്നേ ഉള്ളൂ അല്ലെ. ഏതായിരിക്കും ആൻസർ വരിക? ഏതാണ് ഓഡിന്റെ
ഓഡ് നമ്പറിന്റെ സ്ക്വയർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആട്ടോ, ചാൻസസ് ആണ്. പിന്നെ നമുക്ക് ഓപ്ഷനിൽ ആകെ ഒരു ഇവനും ഒരു ഓടേ ഉള്ളെങ്കിൽ നമുക്കത് നേരിട്ട് എടുത്തെഴുതാം. ഇനി ഒന്നിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് രണ്ടിൽ ഏതെങ്കിലും ആകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ രണ്ടും ആകാൻ ചാൻസ് ഉണ്ട്, ചെക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ നമുക്ക് ആകെ ഒരെണ്ണേ ഉള്ളൂ, അപ്പൊ എന്തായാലും അത് തന്നെ ആയിരിക്കും ആൻസർ അല്ലെ. എന്താണ്? തേർഡ് വൺ ആണ് ആൻസർ. കിട്ടിയോ എല്ലാവർക്കും? ഇപ്പൊ തേർഡ് വൺ മാത്രമാണ് നമുക്കൊരു ഓഡ് നമ്പറിന്റെ സ്ക്വയർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ? നമ്മുടെ നവോദയയുടെ ബാച്ച് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഫ്രീ ഡെമോ ക്ലാസ് അവൈലബിൾ ആയിരിക്കും. എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്, അല്ല ഓൺലൈൻ ആണ്, എങ്ങനെയാണ് ഈ ക്ലാസ് നടക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പം നിങ്ങൾ ഡെമോ സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്റർ അവൈലബിൾ ആയിരിക്കും. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററോട് ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്യുന്നതാണ്. റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ടാകും, ലൈവ് സെഷനും ഉണ്ടാകും. സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡഡ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ മോക്ക് എക്സാംസ്, എങ്ങനെയാണ് എക്സാംസ് ടൈം ലിമിറ്റിനുള്ളിൽ നമുക്ക് തീർക്കണം അല്ല, അതിന് നമ്മൾ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ട് നമ്മുടെ ബാച്ച് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക്